ഇവിടെ ഇടപെടലുണ്ടായി എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. അതിൽ കിടന്ന് ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ ജയിൽ വകുപ്പും അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും പാർട്ടിക്കാരൊന്നും കിടന്ന് ഉരുണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഗോവിന്ദച്ചാമി ജയിലിന് പുറത്ത് എത്താൻ കൃത്യമായി അകത്തു നിന്നും പുറത്തു നിന്നും അയാൾക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അവതാരകൻ പറഞ്ഞതുപോലെ ജയിൽ ഉപദേശക സമിതി, സുരക്ഷാ ഉപദേശക സമിതി, ആരാ അതിലെ CPM പ്രതിനിധികൾ? P. ജയരാജൻ. ഇതേ ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെട്ട് ശിക്ഷ വിധിക്കപ്പെട്ട് കടന്ന ആളാ. മുസ്ലിം ലീഗിന്റെ നേതാവിനെ അബ്ദുൾ ഷുക്കൂറിനെ കൊന്നതിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ തൃക്കരിപ്പൂർ MLA ഈ പറയുന്ന രാജഗോപാൽ. അപ്പോൾ CPM പ്രതിനിധികൾ ഈ പറയുന്ന CPM-ന് വേണ്ടി ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊല ചെയ്ത, ഇതര രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയ വൈര്യത്തിന് വേണ്ടി അരിങ്കൊല ചെയ്ത ആളുകളുടെ രക്ഷകർത്താക്കളായി അവിടെ ഉപദേശക സമിതി അംഗങ്ങളായി പ്രവർത്തിക്കുകയാണ്. അത് കൃത്യമായിട്ട് ആ ഉപദേശവും ആ സംരക്ഷണവും ഗോവിന്ദച്ചാമിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നേരത്തെ സഹപാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ അഭിഭാഷകന്റെ അപ്പിയർ ചെയ്യാൻ വേണ്ടുന്ന സിറ്റിംഗ് ഫീസായി നൽകിക്കൊണ്ട് കേസ് നടത്താൻ എവിടെ നിന്ന് തൃശ്ശൂര് അതിവേഗ കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് നടത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളും ആളുകളും സാമ്പത്തികവുമുള്ള ഒരു കൊടും ക്രിമിനലാണ് ഈ പറയുന്ന ഗോവിന്ദച്ചാമി. അതോടൊപ്പം തന്നെ നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സഹോദരി സൗമ്യയുടെ ഈ പറയുന്ന കൊലപാതകത്തിന് ശേഷം ഇതേ നിസ്സംഗത തന്നെയാണ്, ഇതേ ക്രിമിനൽ നെഗ്ലിജൻസ് തന്നെയാണ്, ഇതേ കൃത്യവിലോപം തന്നെയാണ് ഈ പറയുന്ന ഇടത് സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഈ കേസിനോടും കാണിച്ചിട്ടുള്ളത്. 2011 ഈ കേസിൽ ആദ്യത്തെ വിധി തൃശ്ശൂർ അതിവേഗ കോടതി നടത്തുമ്പോൾ ഈ പറയുന്ന ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു കൈ മാത്രമുള്ള വികലാംഗനായ ഈ കൊടും ക്രിമിനലിന് വധശിക്ഷ വിധിച്ചോടൊപ്പം പറഞ്ഞത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. അവിടെ നേരെ അപ്പീൽ പോവുകയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെക്കുന്നു. അവിടെ ഈ പറയുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A. സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘമാണ് ഈ പറയുന്ന കേസിനകത്ത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. അതിനുശേഷം സുപ്രീം കോടതി പോകുന്നു. സുപ്രീം കോടതി എന്ത് വിധിക്കുന്നു? ഈ പറയുന്ന വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഈ മരണം വരെയുള്ള കഠിനത വിധിക്കുകയാണ്. എങ്ങനെയാ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഈ പറയുന്ന ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ നമ്മുടെ സഹോദരിയായിട്ടുള്ള സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു എന്നതിന് തെളിവില്ല. പോസ്റ്റ്മോർട്ടത്തിന്റെയും ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് ഹാജരാക്കിയിട്ടില്ല. അതോടൊപ്പം ഹൈക്കോടതിയിലും അതിവേഗ കോടതിയിലും ഈ പറയുന്ന ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ നേടിക്കൊടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന A. സുരേഷിനെയും സംഘത്തെയും, അന്നുണ്ടായിരുന്ന അഭിഭാഷക സംഘത്തെയും സുപ്രീം കോടതിയിൽ ശിക്ഷ ലഘൂകരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ അഭിഭാഷക സംഘത്തിൽ ഇവരില്ലായിരുന്നു. അങ്ങനെ ഗോവിന്ദച്ചാമിക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി, ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഈ പറയുന്ന അഭിഭാഷക സംഘത്തെ, ഈ പറയുന്ന തെളിവുകളെ സർക്കാർ അട്ടിമറിച്ചിട്ടുണ്ട്. അതേ സാധ്യത തന്നെയാണ് ഇവിടെയും, അതേ പരിഗണന തന്നെയാണ് ഈ ജയിൽ ചാട്ടത്തിലും CPM-ഉം സർക്കാരും ഇടത് സർക്കാരും LDF സർക്കാരും നൽകിയിട്ടുള്ളത്.